ആഹാ, ബിച്ചു തിരുമലയുടെ വരികൾ, രവീന്ദ്രൻ മാഷിന്റെ സംഗീതം, ഭാവഗായകൻ ജയചന്ദ്രൻ പാടിയ ഗാനാലാപനം. ആര് പറഞ്ഞേ? എടാ, ഇത് പൂവച്ചൽ ഖാദർ എഴുതിയത്, ജോൺസൺ മാഷിന്റെ സംഗീതം, യേശുദാസ് പാടിയത്. ഞാൻ ഇത്രയും കോൺഫിഡൻസോടുകൂടി പറയുമ്പം എതിർക്കില്ലാന്ന് ഞാൻ കരുതിയത്. തെറ്റ് പറഞ്ഞാ പിന്നെ എതിർക്കണ്ടേ? ആയിക്കോട്ടെ, ഇതൊക്കെ അറിയാൻ പറ്റാതെയാണ് പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ഇത് പാട്ട് കേട്ടോണ്ടിരിക്കുന്നത്. പിന്നല്ല, പിന്നെ നിന്നെ പോലെ കരുതി. ഇതെന്താ എവിടെ പോയത്? ഞാൻ ആ കവല വരെ പോയത് അച്ഛന്റെ പെൻഷൻ എടുക്കാൻ വേണ്ടി പോയതാ. അച്ഛന്റെ പെൻഷൻ എടുക്കാൻ കുറെ ദിവസമായിട്ട് ഞാൻ ആലോചിക്കണം. കേട്ടോ ഇങ്ങോട്ട്. എന്തിനാ പെൻഷൻ? അതല്ലല്ലോ, ഒരു ഫോട്ടോ എടുക്കാം. ഞാൻ മഴ ഒതുങ്ങിയല്ലേ? ഇങ്ങനെ ചിരിച്ചേ. എന്തിനാ? ഫേസ്ബുക്ക് ഇടാനാ. എന്തിന്? അച്ഛന്റെ പെൻഷൻ കാശ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ചുമ്മാ എന്തൊരു പണിയാണോ കാണിക്കുന്നത്? ഇരിക്കട്ടെ, എടുത്ത് കളയണ. അച്ഛൻ സുഖല കിടക്കുക. എന്താ അസുഖം? അച്ഛൻ ഈ തിമിംഗലത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുക. തിമിംഗലത്തിന്റെ? ഈ കണ്ണിന്റെ മറ്റേ തിമിരത്തിന്റെ. എന്റെ പൊന്നു ദൈവമേ, ഇവൻ അടിച്ചോണ്ട് വന്നാണെന്നാണ് തോന്നുന്നത്. സമയം എന്തോ? അയ്യോ, എന്തേ? 12 മണി കഴിഞ്ഞോ? അതിനിപ്പോ എന്ത്? അച്ഛൻ ഒറ്റയ്ക്കാണ്. 1 മണിക്കകത്ത് അച്ഛന് ചോറ് കഴിക്കണം. നീ ചെന്നിട്ടാണ് അച്ഛന് ആഹാരം എടുത്ത് കൊടുക്കാനായിട്ട്? അല്ല, പിന്നെ സമയത്തിന് എന്നില്ല എന്റെ ചോറും കൂടെ അച്ഛൻ എടുത്ത് നിന്ന് കളയും. നല്ല പിതൃസ്നേഹം. ഞാനെന്നാ അങ്ങോട്ട് നിക്കട്ടെ. എടാ, മഴ വേണ്ട, മഴ നനയൂടാ. മഴ നനഞ്ഞാലും പോണോണ്ണ. അങ്ങനെ പറഞ്ഞ അങ്ങനെ, മഴ നനഞ്ഞാൽ പനി പിടിക്കും, സൂക്ഷിക്കണം. പനി സൂക്ഷിച്ചു വെക്കാൻ വജ്രോ പോയേ പറ്റത്തുള്ള. ചേമ്പല വല്ലതും കിടപ്പുണ്ടെന്നാ. പിന്നെ ഏലക്കച്ചവടമായിരിക്കും ഇവിടെ. അല്ല, വാഴയിലെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണെടുത്ത് താണ്ട. മുട്ടായി കൊഞ്ഞു കൊടുക്കാനുള്ള പേപ്പർ പോലും ഇവിടെ ഇല്ല. പോയേ പറ്റത്തുള്ളൂ. മഴയാണ് അണ്ണാ, മഴയാണെങ്കിൽ പോയേ പറ്റത്തുള്ളൂ. അച്ഛൻ ഒറ്റയ്ക്കേ ഉള്ളു. ഓ പറഞ്ഞാ കേൾക്കുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര മഴ. പിന്നെ ഞാൻ നേരത്തെ മുഴയെന്നാണ് പറഞ്ഞത്. അല്ല, മഴ നനഞ്ഞാലേ പനി പിടിക്കുന്നില്ലേ, സൂക്ഷിക്കണ്ടേ? പിന്നെ വജ്രമല്ലേ അതെടുത്ത് സൂക്ഷിച്ചു വെക്കാനായിട്ട്. തിരിച്ചടിക്കുകയാണല്ലേ അണ്ണാ. ഇരിക്ക്. ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. 10-25 വർഷമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നതായിട്ട് നീ കണ്ടിട്ടില്ലേ? 25 അല്ലണ്ണ, 50 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് മൂത്ത് നരക്കത്തേ ഉള്ളൂ. എന്തെന്നാ ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഇവിടുത്തെ പുതിയ താമസക്കാരാ ചേട്ടാ. പുതിയ താമസക്കാരാ? എവിടെ താമസിക്കുന്നേ? ആ വയലിന്റെ അക്കരെ. ആ വയലിന്റെ അക്കരെ? അക്കരെ. അക്കരെ ആയതുകൊണ്ടാ എന്റെ കണ്ണിപ്പെടാതെ പോയത്. അക്കരെയുള്ള എല്ലാ പെണ്ണുങ്ങളെയും ഒരുവിധപ്പെട്ടതിനൊക്കെ ഇവൻ അറിയാം. ഈ ഉണ്ട എടുത്ത് കൈ തിന്നോണ്ടിരി. അത് കുഴപ്പമുണ്ടാകത്തില്ല. നേരത്തെ എവിടെയാ താമസിച്ചിരുന്നേ? നേരത്തെ ഓച്ചിറയിലായിരുന്നു ചേട്ടാ. ഓച്ചിറ? ഓച്ചിറയിൽ എവിടെയാ? ഓച്ചിറ കായംകുളത്തിന്റെയും കരുനാഗപ്പള്ളിന്റെയും നടുക്കല്ലേ ചേട്ടാ, അറിയത്തില്ലേ? അണ്ണാ, നിങ്ങൾ ആ ഉണ്ട വായിലോട്ട് വെച്ചില്ലല്ലേ? എടുത്ത് വെയ്യണ്ണ, കഴിച്ചോ. നല്ല മഴ അല്ലേ? അതെ, നല്ല മഴ. രാവിലെ നല്ല മഴയായിരുന്നു. രാവിലെ നല്ല മഴയായിരുന്നു. ഇന്നലെയും നല്ല മഴയായിരുന്നു. നക്കി നോക്കിയാടാ നീ? നല്ല മഴയാണെന്നറിയാനേ. അല്ല, മഴവെള്ളം വായിലോട്ടെല്ലാം വീണ. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് എന്താ നല്ല മഴയെന്ന് പറഞ്ഞു? നല്ല നിങ്ങൾ ആ ഉണ്ട എന്തിയ കളഞ്ഞത്? കൈ വൈ ഇച്ചിരി വയലോട്ട് അനങ്ങിയാ. എന്റെ കടയിലെ ഉണ്ട എപ്പോഴും തിന്നോന്ന് എനിക്ക് എന്റെ പറ്റിൽ എഴുതിക്കോ. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു കോഴ്സ് പഠിക്കാ ചേട്ടാ. എന്ത് കോഴ്സാ? ട്രിബ്യൂട്ടോ സൊല്യൂഷൻ ചഗാലി. നല്ല കോഴ്സാ. വിദേശത്തൊക്കെ ജോലി കിട്ടാൻ നല്ല സ്കോപ്പാ അല്ലേ? അതെ, ഈ ഓച്ചിറയിൽ എവിടെയാണെന്നാ പറഞ്ഞേ? ഓച്ചിറയില് അമ്പലത്തിനടുത്താ ചേട്ടാ. അമ്പലത്തിനടുത്ത്? ഓ, അമ്പലത്തിനടുത്തൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഉണ്ടോ? എടുക്കാൻ പോയാടാ നീ? നിങ്ങൾക്ക് എന്താണ്? എന്താ എനിക്കറിയാൻ മേലെന്ന് ചോദിക്കുക. നിനക്ക് പിഴച്ച് പോട്ടെണ്ണ.
ഇപ്പൊ എവിടെ പോവാ? ഞാനേ എനിക്ക് കവലയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടേ ചേട്ടാ. കവലയിന്ന് അത്യാവശ്യമായിട്ട് വാങ്ങാനുള്ളതാ, ഓർണമെന്റ്സ് വാങ്ങാൻ വേണ്ടിട്ടാ. മ്യൂസിക് പഠിക്കുന്നുണ്ടല്ലേ? ചേട്ടാ ഓർക്കസ്ട്ര അല്ല, ഈ കാതിലും കഴുത്തിലൊക്കെ ഇടൂലേ മാലയും വളയൊക്കെ. കമ്മലും മാലയൊക്കെ പിന്നെ വിൽക്കുന്ന എന്റെ ഒരു സുഹൃത്തുണ്ട് കവലയില്. ഓ ഇവിടെ ഉണ്ടോ? എനിക്കറിയാം, നിങ്ങൾക്ക് ഇവിടെ പരിചയം കാണത്തില്ലല്ലോ. ഓ ഞാൻ ഫ്രീ ആണ്, ഞാനും കൂടെ വേണമെങ്കിൽ വരാം. നിനക്ക് നിന്റെ അച്ഛനെ ആഹാരം എടുത്തു കൊടുക്കണം. അച്ഛന്റെ ഉച്ചി. അച്ഛനെ ഈ ഓപ്പറേഷൻ കഴിയുന്നതിന് മുമ്പ് ആഹാരം കഴിക്കുന്നുണ്ട്. വയസ്സായ ആളാണ്. വയസ്സായ ആൾക്ക് ആഹാരം കഴിക്കുന്ന ഇവിടെ അല്ലേ, അത് കൃത്യമായിട്ട് ഇരുട്ടാണെങ്കിലും അവൻ കഴിച്ചു പോകും. സമ്മതിക്കത്തില്ല. അതെ, ഇടി വെട്ടുമ്പോ ചിലപ്പോഴേ ഫ്രിഡ്ജും ടി വി ഒക്കെ അടിച്ചു പോകത്തില്ലേ? എപ്പോഴും ഇതാണ് ചേട്ടാ. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഓ ഇലക്ട്രീഷ്യൻ നമ്പർ ആയിരിക്കും അല്ലേ? എന്റെ നമ്പരാ. ഇതിപ്പോ എന്തിനാ? അല്ലെ, ഞാൻ ഇലക്ട്രീഷ്യനെ വിളിച്ചോണ്ട് അവിടെ വരാം. ചേട്ടൻ വരുമെന്ന്. മോട്ടറൊക്കെ കേടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ വിളിച്ചാൽ മതി അല്ലേ? ഈ നമ്പറില്? അല്ലല്ല, വേറെ നമ്പർ ഉണ്ട്. ഇത് പ്ലംബർ നമ്പർ ആയിരിക്കും. അല്ലല്ല, എന്റെ വേറൊരു നമ്പറാണ്. അതിനകത്ത് കിട്ടിയില്ലെങ്കിൽ ഇതിനകത്ത് വിളിച്ചാൽ മതി, ഞാൻ പ്ലംബറെ വിളിച്ചോണ്ട് വരാം. ഈ നമ്പർ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. വിളിക്കാവേ. ഇതിന്റെ പകുതി ബുദ്ധി ഇവൻ പഠിച്ചിരുന്ന കാണിച്ചിരുന്നെങ്കിൽ ഇവ ഇപ്പൊ എഞ്ചിനീയറോ കളക്ടറോ വല്ലോ. കളക്ടർ നമ്മള് പിന്നെ ലുലുമാള് പറഞ്ഞിട്ടേക്കല്ലേ ഓട്ടം എങ്ങനെയും. ശരിക്കും പറഞ്ഞ ഇതൊക്കെ ഒരു നിമിത്തമാണ്. സത്യം. നിനക്ക് നിമിത്തം, അവക്ക് അബദ്ധം. നമ്മളിങ്ങനെ മഴ പെയ്യുകയും നമ്മൾ രണ്ടുപേരും ഈ കടയുടെ കീഴിൽ ഓടിക്കേറുകയൊക്കെ ചെയ്തത് ഒരു നിമിത്തം തന്നെയാണ് അല്ലേ? അതെ. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു ദിലീപിന്റെ സിനിമയിലെ വെട്ടത്തിലെ സിനിമയുണ്ടല്ലോ, ആ ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത്. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഒരു മഴയത്ത് നനയല്ലേ ചേട്ടാ? അതെ, ഒരു മഴയത്ത് എന്റെ കുടക്കീഴിലേക്ക് ഓടിക്കയറിയവളാണ് നീ. കൊടക്കീഴിലല്ലോ, ഇത് കടക്കീഴിലല്ലേ? ഈ കടയിൽ വന്ന് കേറണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും ചെന്ന് കേറിയാ മതിയായിരുന്നു. ഇവിടെ എന്താ ചേട്ടാ ഇപ്പൊ കുഴപ്പം? ചേട്ടനെ കുഴപ്പമൊന്നുമില്ല, മഴ പെയ്ത് കഴിയുമ്പോൾ ചില പൊന്തൻ തവളകൾ ഇങ്ങനെ പൊങ്ങി വരും. മാക്രിയുണ്ട്, പക്ഷെ വെറും മാക്രി അല്ല, ചൊറിയൻ തവള. ചൊറിയും. ഈ ചൊറിയൻ തവളയൊക്കെ അടിച്ചങ്ങ് കൊല്ലണം ഈ മാക്രിയെ. ചേട്ടാ ഈ ജീവികളെ അടിച്ചു കൊല്ലുന്നതിനോട് ദ്രോഹിക്കുന്നതിനോട് എനിക്കൊന്ന് ആലോചിച്ച് സഹിക്കാനേ പറ്റില്ല ചേട്ടാ. ഒന്നും ചെയ്യണ്ട, അതൊന്നും വേണ്ട. അതുകൊണ്ട് വെറുതെ വിട്ടേക്കുന്നു. എപ്പോഴും ഈ റിഡക്ഷൻ ഉണ്ടാവത്തില്ല. സത്യം പറഞ്ഞ നമ്മൾ രണ്ടുപേരും ഈ മഴയത്ത് ഇവിടെ ഓടിക്കേറണമെന്നുള്ളത് ഒരു നിമിത്തമായിരിക്കും അല്ലേ? സത്യം. അതെ, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ് കൈ നോക്കിയിട്ട് ഇത് കണക്ക് ഒരു സുന്ദരി. ബസ് വന്നേ. പോയാ എന്താ എന്റെ കടകളിൽ വന്നിട്ട് എന്താ നിനക്ക്? മനുഷ്യനെ എങ്ങനെങ്കിലും ഒന്ന് വളച്ചു കുത്തി കൊണ്ടുവന്നപ്പോണ്ട് നിങ്ങൾക്ക് നാണോ മാനമില്ല മനുഷ്യ. നീ ജീവിതത്തിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലടാ. ഞാൻ വിചാരിച്ചു ഈ മഴയിലോട്ടത്ത് നീ കൂടെ ഒലിച്ചങ്ങ് പോകുന്നു. അണ്ണാ, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. 40-45 വയസ്സായി, തടി പോലും ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളാണ് ഈ നാട്ടിൽ എല്ലാ കല്യാണം മുടക്കുന്നത്. ഞാനാ ആണ്. വെറുതെ അനാവശ്യം പറയരുത്. ഈ കടയിട്ടിരിക്കുന്ന ഈ സത്യം പറഞ്ഞാൽ കല്യാണം മുടക്കാനായിരിക്കും. നാശക്കോടായിരിക്കും. അച്ഛൻ ഒറ്റയ്ക്കായിപ്പോയി അല്ലേ ഇപ്പോ? ഞാൻ ഇറങ്ങട്ടെണ്ണ. മഴയടാ. മഴയാടാ, ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ എത്ര ഭേദമാണ്. മിണ്ടി പോരുത് പറഞ്ഞു പോയിട്ട് തന്നെ. അച്ഛനെ കാണാൻ പോണ? അച്ഛനെ ഇങ്ങനെ ചോറ് കൊടുക്കണ്ടേ? അതിനാ പോ. സ്ഥിരതയില്ലേ കൊച്ചിന്? എവിടെങ്കിലും നിൽക്കും. നിന്റെ അച്ഛനെ കാണാൻ അച്ഛന്റെ ഉച്ചി ഇരിയുടെ ആ കവലയ്ക്കുള്ള ബസ് പോയി. കവലയ്ക്കുള്ള ബസ് അല്ലായിരുന്നു അത്.
ഞാൻ നേരത്തെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. ചേട്ടാ എന്തായിരുന്നു പറഞ്ഞോണ്ട്? എൻ്റെ അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതണക്ക് ഒരു രാജകുമാരിയായ കുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്നും ആ കുട്ടി എൻ്റെ വീടിൻ്റെ വിളക്കാവുമെന്ന്. പിന്നെ വിളക്ക് ഞാൻ ആലോചിക്കുകയായിരുന്നു. അല്ല, വിളക്ക് നീ എവിടെ കൊണ്ട് കത്തിച്ച് വയ്ക്കും? നിന്റെ വീട് ജപ്തിയല്ലേടാ? അതിന്റെ പകുതി പൈസ അച്ഛൻ കൊണ്ടുവന്ന് അടച്ച്. പകുതി പൈസ അടച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജപ്തി തീരും? പകുതി പൈസ അടച്ചെണ്ണ അടച്ച ഞാൻ കണ്ടല്ലോ. ബാങ്കുകാരന്മാർ ഇവിടെ കൂടി നോട്ടീസ് ഓടിച്ചോ നടക്കാം. ഞാൻ കണ്ടല്ലോ നോട്ടീസ് ഒക്കെ കൊണ്ടുവന്ന് ഓടിച്ചപ്പോ പൈസ അടച്ച്. ഇല്ല, എന്റെ പകുതി അടച്ച്. ഇല്ല, അടച്ച്. എന്റെ പകുതി അടച്ച്. അയ്യോ എന്റെ പൊന്നു ചേട്ടാ ഒന്ന് പൊന്നു നിർത്ത്. വെച്ചാൽ നീ വഴി കിടക്കുക. ഇവന്റെ അവന്റെ അച്ഛനും കൂടി വഴി കിടക്കും കൂടെ നടക്കണേ. നിനക്ക് കാണാൻ പകുതി പൈസ അടച്ച്. ചേട്ടാ ഞാനൊന്ന് പറയട്ടെ, ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ജപ്തി എന്ന് പറയുന്നത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമല്ലാണോ? എന്റെ വീട് തന്നെ ജപ്തി ആയിട്ടാ ഞങ്ങൾ ഈ നാട്ടിൽ വന്ന് വാടകയ്ക്ക് കിടക്കുന്നത്. കടവും ബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ജീവിതം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കേറി ചെല്ലുന്നിടത്ത് ഒരിത്തിരി സമാധാനം വേണം. വേറെ എനിക്ക് ഒന്നും വേണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ആ സമാധാനം കിട്ടുന്ന എൻ്റെ വീട്ടിലേക്ക് കുട്ടി വരുമോ? ഇതെന്റെ ചെറിയ പെട്ടിക്കടയാണ്, സുഭാഷ് പാർക്ക് അല്ല. സോറി ചേട്ടാ, സോറി ചേട്ടാ, സാരമില്ല. സോറി. ഇടി പേടിയാണോ? എനിക്ക് ഇടി പേടിയാ ചേട്ടാ, അതുകൊണ്ട്. ഇനി ഇടി വെട്ടിയ ഇവിടെ ചാഞ്ഞോ? ഇല്ല ചേട്ടാ, ഞാൻ ചെയ്തത് വളരെ മോശമായി പോയി ചേട്ടാ, സോറി. ഇല്ല ചേട്ടാ, സോറി. ഇല്ല. നീ സോറി ഒന്നും പറയണ്ട. ഇതൊക്കെ പ്രതീക്ഷിച്ച അവിടെ നിൽക്കുന്നത്. അല്ല ചേട്ടാ, എന്നാലും സോറി. സോറി പറ ചേട്ടാ, സോറി. സാരില്ല. ഇല്ല ചേട്ടാ, സാരില്ല. എന്തായാലും എനിക്ക് സോറി പറയാത്ത മനസ്സ് മുതൽ ചേട്ടാ, സോറി. പൊന്നിന് 45 വയസ്സായി. ഇവന്റെ കാര്യം എടാ, എന്താ കാര്യം? കണ്ട അവളെ എന്റെ ജീവിതത്തിലേക്കാ കടന്നു വന്നത്. വെറുതെ ഒന്നല്ല, എന്റെ ഹൃദയത്തിലേക്കാ കടന്നു വന്നത്. നല്ല കാര്യം, നല്ല കാര്യടാ, നല്ല കാര്യം. അയ്യോ നെഞ്ചോര വന്നടാ. അല്ല ഇരിക്കണ. പിന്നെ അച്ഛന് പെൻഷൻ കിട്ടിയ പൈസ. അച്ഛന് പെൻഷൻ കിട്ടിയ പൈസ നീ ഇവിടെ വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചോ നോക്കണം. ഇല്ല, നോക്ക എവിടെയെങ്കിലും. ഞാൻ എങ്ങും വെച്ചിട്ടില്ല. ഇവിടെ അല്ലേ വെച്ചിരുന്നത്. നീ നല്ല രീതിയിലൊന്ന് ആലോചിച്ച് നോക്ക്. ചേട്ടാ സോറി ചേട്ടാ, സോറി സോറി ചേട്ടാ, സോറി. അവള് കൊണ്ടുപോയെണ്ണ. ചുമ്മാതല്ല അവള് ഇത്രയും സോറി പറഞ്ഞത്. എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായി എന്തൊക്കെയായിരുന്നു. കേടാ നിനക്കിത് വേണം. നീ എന്താ പറഞ്ഞത്? എൻ്റെ ഈ കട ലുലുമാളെന്നല്ലേ കളിയാക്കി. നിനക്കിത് തന്നെ വേണടാ. ഇന്നലെ കണ്ട ഇവളെ പിറകെ നടക്കാൻ വേണ്ടിട്ട് ഇതാണ് പറയുന്നത് പണ്ടുള്ളവര്. എടാ ഓടുന്ന ബസിന്റെ പിറകെയും ചിരിക്കുന്ന പെണ്ണിന്റെ പിറകെയും പോകരുത്. ഈ പൈസ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് എന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്? നീ പോവേ പോവാതിരിക്കുകയും ഞാൻ എന്റെ പണി നോക്കട്ടെ. അയ്യോ.